ബസ്സിൽ കയറിയപ്പോൾ നല്ല തിരക്കാണ്, ഒരുപാട് പേര് നിൽക്കുന്നുണ്ട്. അതിലിടക്ക് പുറകോട്ട് നോക്കിയപ്പോൾ ഏറ്റവും പുറകിലെ ഒരു വശത്തെ സീറ്റ് ഒഴിവുണ്ടോ. അങ്ങനെ മെല്ലെ അതിൽ വന്നിരുന്ന് മൊബൈലെടുത്ത് പുറമേയുള്ള കാഴ്ചകൾ പകർത്താമെന്ന് കരുതി അങ്ങനെ പകർത്തി തുടങ്ങുകയാണ്. അങ്ങ് അകലെ ഒരു ബിൽഡിങ് കണ്ടോ, അതൊന്ന് സൂം ചെയ്ത് ഞാൻ നിങ്ങളെ കാണിക്കുകയാണ്. ഇപ്പോൾ ഒരാളെ കയറ്റാൻ വേണ്ടി ബസ് സ്റ്റോപ്പിൽ നിർത്തിയിട്ടുണ്ട് കണ്ടോ. നമുക്കൊന്ന് സൂം ചെയ്ത് ഈ ബിൽഡിങ് എന്തെന്ന് പറയാം. 8 വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ ഇവിടെ വന്നത്. ആ വന്ന അന്നത്തെ ദിവസം തന്നെ എൻ്റെ സുഹൃത്ത് എന്നെ അവിടെ കൊണ്ടുവന്നിട്ട് മെഡിക്കൽ എടുത്തിട്ടുണ്ട് ഇവിടുന്ന്. അതെനിക്ക് മറക്കാൻ കഴിയില്ല, ആദ്യമായിട്ട് വന്ന ബിൽഡിങ്. അതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ കാണിച്ചത്. ഇവിടെ ഒരുപാട് പേര് ദിനം പ്രതി മെഡിക്കൽ എടുക്കാൻ വേണ്ടി വരുന്ന ഒരു സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് ഇവിടെ എല്ലാവർക്കും അറിയാൻ പറ്റും. അല്ലൈൻ ഹോസ്പിറ്റലിൻ്റെ മുൻവശത്ത് കൂടെയുള്ള റോട്ടിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ റോട്ടിലൊക്കെ അത്യാവശ്യം ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു യൂട്ടേൺ, ഒരു സിഗ്നലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ പുതുതായിട്ട് ഉണ്ടാക്കിയതാട്ടോ. മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ അല്ലൈൻ എന്ന് പറയുന്ന സ്ഥലം. UAE അബുദാബി എമിറേറ്റ്സിലാണ് ഈ അല്ലൈൻ. മനോഹരമായിട്ടുള്ള പാതയോരങ്ങളാണ് നമുക്കിവിടെ കാണാൻ പറ്റുക. 45 ഡിഗ്രിയോളം ഇപ്പോൾ ചൂടുണ്ട്. ഇവിടെ ഒരു ഈത്തപ്പന മരം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നല്ല ചൂടിൽ പട്ടകളൊക്കെ ഉണങ്ങി പോയിട്ടുണ്ട്. ഈത്തപ്പഴമൊക്കെ നല്ല പാകമായിട്ട് അടർന്ന് ചാടിയിട്ടുണ്ട്. അതിലേക്ക് പുറമേ കെട്ടി കവറിലേക്ക് അടർന്ന് ചാടിയ കാഴ്ച നമുക്ക് കാണാൻ പറ്റും. അത്രയും ചൂടാട്ടോ ഇവിടെ. അതുകൊണ്ടാണ് ആ ഈത്തപ്പന മരത്തിൻ്റെ കോലങ്ങളൊക്കെ അങ്ങനെ ആയിട്ടുള്ളത്. എത്ര ചൂടായാലും നല്ലവണ്ണം നനക്കുന്നുണ്ടെല്ലാം. അതുകൊണ്ടാണ് ഇത്രയെങ്കിലും പച്ചപ്പ് ഇവിടെ നിലനിൽക്കുന്നത് കേട്ടോ. അത് കാണുന്നത് ഒരു പഴയ റൗണ്ട് ബോട്ടാണ്. റൗണ്ട് ബോട്ടുകളൊക്കെ ഇവിടുന്ന് എടുത്തു പോയിട്ട് അല്ലെങ്കിലൊക്കെ റൗണ്ട് ബോട്ടുകളായിരുന്നു ഏറ്റവും കൂടുതൽ. ഇപ്പോൾ റൗണ്ട് ബോട്ടുകളൊക്കെ മാറി വന്ന് ഒരുപാട് സിഗ്നലായിട്ടുണ്ട്. ഈ പച്ചപ്പ് നിറഞ്ഞ ഇവിടെ ഇത്തരത്തിൽ പച്ചപ്പ് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാനും നനക്കാനും ഒക്കെ നിരവധി ആളുകൾ ഇവിടെ ജോലിയെടുക്കുന്നുണ്ട്. അങ്ങനെ നിരവധി പേര് ജീവിച്ചു പോകുന്നു. ബസ്സിൽ ഒരുപാട് പേര് നല്ല ഉറക്കത്തിലാണ് കേട്ടോ. നല്ല ക്ഷീണം ഉണ്ടാവും ജോലി കഴിഞ്ഞ് വരികയാണ് ആളുകൾ. നമ്മളിപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന സമയം ഏതാണ്ട് ഒരു 6 മണി കഴിഞ്ഞിട്ടുണ്ടാവും. നമ്മളൊരു സൈഡിലേക്ക് നോക്കുമ്പോൾ നിരവധി കടകൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഹോട്ടലുകളുണ്ട്, കോഫി ഷോപ്പുകളുണ്ട്, കഫ്തീരിയകളുണ്ട്, വലിയ വലിയ സൂപ്പർ മാർക്കറ്റുകളുണ്ട്, തുന്നൽ ഷോപ്പുകളുണ്ട്. ഇങ്ങനെ തുടങ്ങിയിട്ട് എന്തെല്ലാമാണോ നമുക്ക് അത്യാവശ്യം ഉള്ളത് അതൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെയാണ് അറബികൾക്ക് പ്രസിദ്ധമായിരിക്കുന്ന റാഷിദ് അലി കഫ്തീരിയ ഉണ്ട്. ഇവിടെ അറബികൾക്ക് പ്രധാനപ്പെട്ട ഒരു സാൻഡ്വിച്ച് ഉണ്ട്. പൊറാട്ടയിൽ ചിക്കൻ വെച്ച് ഒരു സാൻഡ്വിച്ച് ഉണ്ട്. അറബികളിൽ നിന്ന് കാശ് തീരുന്നൊരു സമയമുണ്ട്. അത് കഴിഞ്ഞാൽ സാധാ റേറ്റിൽ കിട്ടുന്ന ഒരു പൊറാട്ടയുടെ ഉള്ളിൽ ചിക്കൻ വെച്ചുള്ള സാൻഡ്വിച്ച് കഴിക്കാൻ ഒരുപാട് പേര് റാഷിദ് അലി കഫ്തീരിയ ആശ്രയിക്കാറുണ്ട്. അതിന് ഈ ഭാഗത്ത് മുമ്പ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനത് ഓർത്തെടുത്ത് പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ എത്തിയത് ജബൽ റൗണ്ട് ബോട്ട്. ജബൽ എന്ന് പറഞ്ഞാൽ മല എന്നാട്ടോ. അറബിയിൽ ജബൽ എന്ന് പറയും മലക്ക്. അപ്പോൾ ഈ റൗണ്ട് ബോട്ട് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ആ രീതിയിലാണ്. മനോഹരമാണ് ഇവിടുത്തെ കാഴ്ചകൾ, നല്ല രസമാട്ടോ. ഇതിൻ്റെ മുകൾ ഭാഗത്ത് കൂടെ റൗണ്ട് ബോട്ട്, അടിയിലൂടെ അബുദാബിയിൽ നിന്ന് വരുന്ന ഒരു റോഡ് ഇങ്ങനെ വരുന്നുണ്ട്. നല്ല രസമാണ് ഇവിടുത്തെ ഈ റൗണ്ട് ബോട്ട് കാണുന്നത്. കണ്ടോ, മനോഹരമായിട്ടുള്ള റൗണ്ട് ബോട്ടാണ്. ഇവിടെ മരങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ വെച്ച് പിടിപ്പിച്ച കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, എന്ത് മനോഹരമാണ് ഈ റൗണ്ട് ബോട്ട്. അങ്ങനെ ഇതും കണ്ട് നമ്മൾ മുന്നോട്ട് പോവാണ്. നിരവധി പേര് ഇവിടെയൊക്കെ താമസിക്കുന്ന വീടുകൾ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ നിന്ന് നോക്കുകയാണെങ്കിൽ അങ്ങേ ഭാഗത്ത് നമുക്ക് ഒരുപാട് വീടുകൾ കാണാൻ പറ്റും. ഇതൊക്കെ അറബികൾ താമസിച്ചിരുന്ന വീടുകളായിരുന്നു ഒരു കാലത്ത്. ഇപ്പോൾ അവരൊക്കെ ഈ ഭാഗത്ത് നിന്ന് കുറേ പേര് താമസം മാറി ഇതിലും വലിയ വീടുകളിലേക്ക് മാറിപ്പോയി. ഇപ്പോൾ ഇതൊക്കെ വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. നമ്മളെപ്പോലെയുള്ള മലയാളികൾ, അതുപോലെ മറ്റ് ആൾക്കാരൊക്കെ നിരവധി പേര് ഇവിടെയൊക്കെ താമസിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഏറ്റവും വലിയ പള്ളി, പുറമേ നിന്നുള്ള കാഴ്ചകൾ നമുക്ക് ഇവിടെ നിന്ന് കാണാം. കോവിഡിൻ്റെ സമയത്ത് ആയപ്പോഴേക്ക് പള്ളീൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടോ. പിന്നീട് കോവിഡിന് പള്ളികളൊക്കെ അടച്ചു പൂട്ടിയിട്ടു. അതുകൊണ്ട് ഈ പള്ളി ആ സമയത്ത് തുറക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അങ്ങനെ വീണ്ടും വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈ പള്ളി തുറന്നു കൊടുത്തത്. ഈ പള്ളി വന്നതോടുകൂടി ഇവിടെ റോഡുകളൊക്കെ മാറിയിട്ടു. ഇവിടെ റൗണ്ട് ബോട്ടുകൾ മാറി മനോഹരമായിട്ടുള്ള സിഗ്നലുകളിലേക്ക് മാറി. കണ്ടോ, പള്ളിയുടെ മനോഹരമായിട്ടുള്ള വ്യൂ നോക്കൂ. ഒരുപാട് ആയത്തുകളൊക്കെ ഒരു കുബ്ബക്ക് മുകളിൽ എഴുതി വെച്ച പോലെ മനോഹരമായിട്ടുള്ളൊരു പള്ളിയാണ്. വലിയ 4 മുനാരങ്ങൾ കാണാം. 2 മുൻവശത്തും 2 പുറകിലുമായിട്ടാണുള്ളത്. ഈ പള്ളിക്കുള്ളിലായിട്ട് ഒരുപാട് പേർക്ക് നിസ്കരിക്കാം. ഇതിന് തട്ടുകളൊന്നും ഇല്ല കേട്ടോ. തട്ടുകളില്ലാത്തൊരു പള്ളിയാണ്. ഈ കുബ്ബയെ പോലെ തന്നെ ഉള്ളിൽ നോക്കിയാൽ, മുകളിലേക്ക് നോക്കിയാൽ നമുക്ക് ഒരുപാട് മനോഹരമായിട്ടുള്ള ഒരു ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. എന്നാൽ ആ കാഴ്ചകൾ ഇങ്ങനെ ബസ്സിലിരുന്ന് പകർത്തിക്കൊണ്ട് നമ്മൾ ടൗണിലേക്ക് പോവാണ്. നമ്മൾ പൊതുവെ ഹൗസ് ഡ്രൈവറാണ് എന്നൊക്കെ പറയും.
പക്ഷേ അപൂർവം പല വീട്ടുകളിൽ നിന്ന് നമ്മളെ ആവശ്യത്തിന് വണ്ടി കിട്ടാറുള്ളൂ. വീട്ടിൽ ഒരുപാട് നിയന്ത്രണങ്ങളാണ്. അവരെ വണ്ടികൾ അവരെ ആവശ്യങ്ങൾക്ക് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ മുന്നത്തെ വീട്ടിലൊക്കെ നമ്മളെ ആവശ്യങ്ങൾക്കൊക്കെ വണ്ടി കിട്ടലും അതുപോലെ തന്നെ നമ്മളിതുപോലെ വീഡിയോ എടുക്കാനോ നമുക്ക് ഓരോ ഏരിയകളിൽ പോകാനോ കറങ്ങാനൊന്നും ഒരു പ്രയാസം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ വന്ന വീട്ടിൽ നമുക്ക് വളരെ പ്രയാസം. അതുകൊണ്ട് വീഡിയോ എടുക്കാനും പറ്റില്ല, ഒന്നിനും പറ്റില്ല. ഞാനൊരു 8 വർഷത്തോളം ബസ്സിൽ യാത്ര ചെയ്തിട്ടേ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരു 8 മാസത്തോളമായിട്ടുള്ളൂ ഇതുപോലെ ബസ്സിൽ യാത്ര ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ആദ്യം ബസ്സിൽ കയറിയപ്പോൾ വളരെ കൗതുകമായിരുന്നു. ഞാൻ 4 പുറം ഇങ്ങനെ ഇതുപോലെ നോക്കും. ഒരുപാട് മരങ്ങൾ, ഒരുപാട് വീടുകൾ, അതിനിടയ്ക്ക് ഒരുപാട് കാഴ്ചകൾ ഒക്കെ നമുക്ക് ഇങ്ങനെ ബസ്സിലിരുന്ന് നമുക്ക് വീക്ഷിക്കാൻ പറ്റും. നിരവധി സ്റ്റോപ്പുകളിൽ ബസ് നിർത്തിയിട്ടാണ് ബസ് യാത്ര തുടരട്ടോ. അപ്പോൾ അവിടെയുള്ള കാഴ്ചകൾ, അതിൽ വന്ന് കയറുന്ന ആളുകൾ, അവരെ ഓരോ സാഹചര്യങ്ങൾ, അവരൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ കാറിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഇത്തരത്തിലൊന്നും കാണാനോ കാഴ്ചകൾ മനസ്സിലാക്കാനോ സാധിക്കില്ല. ഒരിക്കലെങ്കിലും ബസ്സിലൊക്കെ ഒന്ന് ഒരു ബസ് കാർഡൊക്കെ എടുത്തിട്ടൊന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് യാത്ര ചെയ്യുന്നത് നന്നായിരിക്കുമെന്ന് ഇങ്ങനെ തോന്നിപ്പോകണം കേട്ടോ. ഞാനിപ്പോൾ അങ്ങനെ അല്ലൈൻ ടൗണിലെത്തിയിരിക്കട്ടോ. 10 മിനിറ്റ് കൊണ്ട് നമ്മളെ കാറിലെത്തേണ്ട യാത്ര ഏതാണ്ട് ഒരു അരമണിക്കൂറിലധികം നീണ്ടു. ഇവിടെ എത്തുമ്പോഴേക്ക് ഏതാണ്ട് മഗ്‌രിബിൻ്റെ സമയമായി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ വീണ്ടും നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഈ യാത്ര ഉടനെ നമ്മളിവിടെ അവസാനിപ്പിക്കും, വീഡിയോ ഓഫാക്കുന്നതാണ്. പിന്നീട് നമ്മൾ ടൗണിലേക്ക് പോകണം. അവിടെ ഒരുപാട് ജോലികളുണ്ട്. എല്ലാം നമുക്ക് വീഡിയോയിൽ പകർത്തി കാണിച്ചു തരാനൊന്നും പറ്റില്ല. എങ്കിലും അവിടുത്തെ പ്രസിദ്ധമായിട്ടുള്ള ബംഗാളികൾ ഒരുമിച്ച് കൂടുന്ന ഒരു മാർക്കറ്റ് ഉണ്ട്. അതിനെ ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൊന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഓരോരുത്തരായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ നിൽക്കുന്നത് കാണാം. ദിവസവും വൈകുന്നേരമായി കഴിഞ്ഞാൽ ടൗണിലെ ഒരു ഭാഗത്ത് ഇതുപോലെ ആളുകളെ കാണും. പല ഭാഗത്തു നിന്ന് വരുന്ന ആളുകൾ സംസാരിക്കാനും ഒക്കെ ആയിട്ട് ഉണ്ടോ, ഒരുപാട് പേര് നിരന്നിരിക്കുക. ഇത് ബംഗാളി മാർക്കറ്റ് എന്നൊക്കെ പറയും ഭാഗത്തേക്ക്. അവിടെ ഇവർ ഒത്തുകൂടുന്നൊരു കാഴ്ചയാണ്. എങ്ങനെയുണ്ട്? അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാഴ്ച നമ്മളിവിടെ കാണിച്ചു. ഇനി വീഡിയോയിൽ നിന്നും വിട വാങ്ങുന്നു. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.